ഗിരി പാർവതിയും കൊണ്ട് ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ ഇവൻ തന്നെ പാർവതിയെ കല്യാണം കഴിച്ചോളൂ. അമ്മ എന്തീ പറയുന്നേ? ഞാൻ പറഞ്ഞത് മാത്രം ഇതിനൊരു പരിഹാരം. ഇല്ലെങ്കിൽ നശിക്കുന്നത് നമ്മുടെ പാറുവിന്റെ ജീവിതമാണ്. അമ്മ പറഞ്ഞ അച്ഛൻ കേട്ടില്ലേ? അച്ഛൻ എന്തോന്നും മിണ്ടാത്തെ? അപ്പച്ചി കവലമ്മ ഗിരിയേട്ടനെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിക്കരുത്. ഈ കല്യാണം നടക്കാൻ പാടില്ല, ഒരിക്കലും നടക്കാൻ പാടില്ല. അപ്പച്ചി പറയുന്ന പോലെ ഞാൻ എങ്ങനെ പാറുവിന് കല്യാണം കഴിക്കും? പാറുവിന്റെ മനസ്സിൽ ഡോക്ടർ മാത്രമേ ഉള്ളൂ. ഡോക്ടർ തന്നെ വേണം പാറുവിന് കല്യാണം കഴിക്കാൻ. അവര് തമ്മിലുള്ള വിവാഹം വേണം നടക്കാൻ. അച്ഛൻ പറ, എന്താ വേണ്ടേ? അമ്മയും ഈ നാട്ടുകാരും പറയുന്ന പോലെ അച്ഛൻ ഇവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ പോവാണോ? അപ്പേട്ടാ എന്താ തീരുമാനം വെച്ചാ പറ, അതല്ലേ വേണ്ടേ? എല്ലാവർക്കും അറിയാൻ ഒരുപാട് ആലോചിക്കാനുള്ളേ. കല്യാണം നടത്തി കൊടുക്കുന്നത് തിരുമേനി പൂജ തുടങ്ങിക്കോ. എല്ലാം നശിപ്പിച്ചിട്ട് ഇനി വേദാന്തം പറയാൻ പോവാ. പാറുന്റെ വലതു ഭാഗത്ത് നീരുന്നാ മതി. പറഞ്ഞു തീർന്നില്ല. ഏട്ടനിപ്പോ എന്താ പറയാനുള്ളത്? മോളെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങള്. ഞങ്ങൾ ഇവിടുന്ന് പോയതും പാറുവിന്റെ നിങ്ങൾ എവിടെ പോയത് എങ്ങോട്ട് പോയത് എനിക്കതിന്റെ കാര്യമില്ല. എത്രയും പെട്ടെന്ന് താലികെട്ട് നടക്കണം. ഗിരിയേട്ടൻ പറയാൻ പോകുന്ന കാര്യം അച്ഛനൊന്ന് കേക്ക്. അമ്മ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒരു കാര്യം പറയണ്ട. അമ്മ നിന്റെ അനീതിമാരെയും മണ്ണിന് വളമാകാതെ സംരക്ഷിച്ച എന്നെ തന്നെ നീ ചതിച്ചു. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും, നീ അതനുസരിക്കും. ഞാൻ ജീവിക്കുന്നെങ്കിൽ മരിക്കുവോളം അത് സിദ്ധാർത്ഥിനൊപ്പമായിരിക്കും. ഡോക്ടർ പാർവതി, ഡോക്ടർ സിദ്ധാർത്ഥ്, ഡോക്ടർ പാർവതി സിദ്ധാർത്ഥ്. നല്ല ചർച്ച അല്ലെങ്കിൽ ഏട്ടാ? പിന്നെ ഇതൊന്നും കണ്ട് ടെൻഷൻ ആവണ്ടോ. ഗിരിയേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മുടെ കല്യാണം നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ നടക്കും. ഗിരേട്ടനൊന്നും പറയണ്ട.
ഗിരിയേട്ടനെ എനിക്ക് വിശ്വാസം. ഗിരി, ഇപ്പൊ നീ കല്യാണത്തിന് സമ്മതിക്കുന്ന നല്ലത്. എന്താന്നറിയാമോ, നീ ഇപ്പൊ പാറുവിനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അമ്മാമ്മ പാറുവിനെ വേറെ ഒരാളെ കൊണ്ട് കെട്ടിക്കും. അതൊരു പക്ഷെ ഇന്ദ്രനെ കാട്ടി വലിയ ദുഷ്ടനായിരിക്കും. അതിന് നീ അനുവദിക്കില്ലേ? പാറുവിനെ നീ രക്ഷിക്കണം. അവളെ നീ തന്നെ വിവാഹം കഴിക്കണം. എല്ലാവരെയും ബോധ്യപ്പെടുത്താനായിട്ടൊരു വിവാഹം അത് നടക്കണം. അത് കഴിഞ്ഞാൽ പാറ സുരക്ഷിതയോ. നിങ്ങൾക്ക് സിദ്ധാർത്ഥനെ കണ്ടെത്താനുള്ള സമയവും കിട്ടും. സാവകാശം സിദ്ധാർത്ഥനെ കണ്ടുപിടിക്കാം. പാറുവിന്റെ ആഗ്രഹം പോലെ തന്നെ പാറുവും സിദ്ധാർത്ഥനും തമ്മിലുള്ള വിവാഹവും നടത്താം. എന്താലോചിച്ചിരിക്കേ? ഇരിക്കടാ.